എന്തുകൊണ്ട് ലക്ഷ്മിക്ക് അർഹതപ്പെട്ട കാശ് നിങ്ങൾ ലക്ഷ്മിക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ? ലക്ഷ്മിക്ക് ചികിത്സയ്ക്കൊക്കെ ആവശ്യമുള്ളതല്ലേ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് അത് ആവശ്യമുള്ളത്. അത് കരുതിയായിരിക്കുമല്ലോ ബാലചേട്ടൻ അവരെ പല കാര്യത്തിലും നോമിനി ആക്കിയിട്ടുള്ളത്. ബാലചേട്ടൻ അതിനുശേഷം മയങ്ങി എന്ന് പറയുന്നതിനുമായുള്ള ബന്ധം എന്താണ്? മയക്കമായിരുന്നു, അല്ല സ്വാഭാവികമായ ഉറക്കമായിരുന്നു? ബാലഭാസ്കറിന് ഈ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസിനെ പറ്റി അറിയാമോ എന്നുള്ള ചോദ്യത്തിന് വിഷ്ണു പറഞ്ഞ ഉത്തരം പോളിഗ്രാഫ് ടെസ്റ്റ് പ്രകാരം തെറ്റെന്ന് കണ്ടെത്തിയിരുന്നു. പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി ഒരു ചോദ്യം ചോദിച്ചതിൽ വിഷ്ണു പറഞ്ഞത് കള്ളമാണെന്ന് കണ്ടെത്തി. റീഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞ മറുപടിയായി അവർ പറഞ്ഞത് ഇത് റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ താല്പര്യമില്ല, പക്ഷേ വിഷ്ണുവാണ് തീരുമാനിക്കുന്നത്. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ ദുരൂഹതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ പ്രിയ വേണുഗോപാൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സീക്വൻസ് ആയിട്ട് കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത 1-2 കാര്യങ്ങളുണ്ട്. ഈ 45 മിനിറ്റ് വീഡിയോയിൽ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതിനെക്കുറിച്ചൊന്നും എനിക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. ഈ കേസിൽ റെലവൻ്റ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് റിയാക്ട് ചെയ്യാൻ താല്പര്യം. പത്രത്തിൽ കണ്ടന്റ് വരുമ്പോഴാണ് പ്രിയ ഇടുന്ന വീഡിയോസ് റിയാക്ഷൻ വേണ്ടി എടുക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ദുരൂഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് പ്രിയയുടെ ഈ വീഡിയോയിലുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് റിയാക്ഷൻ ചെയ്തിരിക്കുന്നത്. ദുരൂഹതയുണ്ടെന്ന് പറയുന്നവർ നാണമില്ലാത്തവരാണെന്നും ആ നാളെക്കട അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇതിൽ പറയുന്ന വിഷയങ്ങളും നാസയെ കൊണ്ടൊന്ന് പറഞ്ഞ് അന്വേഷിപ്പിക്കണമെന്ന് രാഹുൽ ഈശ്വറിന്റെ ഒരു അപേക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം. ബാലുചേട്ടൻ രാവിലെ വെളുപ്പിനെ ഒരു 3 മണി വരെ, ഈ ആക്സിഡന്റ് നടന്ന ആ വെളുപ്പിന് 25-ാം തീയതി വെളുപ്പിന് 3 മണി വരെ ഓൺലൈൻ ആയിരുന്നു, ചാറ്റ് ചെയ്തിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്ന മറ്റു മൊഴികൾ പ്രകാരം ജ്യൂസ് കുടിച്ചതിന് ശേഷം ബാലുചേട്ടൻ മയങ്ങി, ഉറങ്ങണമെന്ന് പറഞ്ഞു. അത് ആരെങ്കിലും ആഗ്രഹിച്ചുള്ള മയക്കമായിരുന്നു, ബാലുചേട്ടൻ തന്നെ ചൂസ് ചെയ്ത മയക്കമാണോ എന്നുള്ളത് സംശയമാണ്. കാരണം വെളുപ്പിനെ എണീറ്റ് ജിമ്മിൽ പോകണം, വന്നിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ട് വെളുപ്പിനെ തന്നെ ജിമ്മിൽ പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തിനാണ് ജ്യൂസ് കുടിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ജ്യൂസ് കുടിക്കണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ അവിടെ നിർത്തണമെന്നുള്ള ആഗ്രഹം, താല്പര്യം ആരുടേതായിരുന്നു? ബാലുചേട്ടൻ അതിനുശേഷം മയങ്ങി എന്ന് പറയുന്നതിനുമായുള്ള ബന്ധം എന്താണ്? മയക്കമായിരുന്നു, അല്ല സ്വാഭാവികമായ ഉറക്കമായിരുന്നു? ഇതൊക്കെ സംശയമുള്ള കാര്യമാണ്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവർ ഓൾറെഡി പറഞ്ഞു. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു സംഭവമാണ്. ഹൈക്കോടതി കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ചില ഉണ്ട്. അതിലൊരു പോയിന്റാണ് എനിക്കിവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്. അത് എന്തിനാണ് ഈ ജ്യൂസ് കൊടുത്ത കടയിലെ CCTV ദൃശ്യങ്ങൾ ഈ പ്രകാശൻ തമ്പി പോയി ചോദിച്ചത്? പിന്നീട് എന്തിനാണ് ആ ജ്യൂസ് കടക്കാൻ ആ മൊഴി മാറ്റി പറഞ്ഞത്? അപ്പോൾ ആ മയക്കം ഉറക്കി കിടത്തിയതാണോ ഉറങ്ങിയതാണോ എന്നുള്ള കാര്യം, എന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം പിറ്റേ ദിവസം എന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകണം എന്നുള്ളതാണ്. അത് വർക്കൗട്ട് ചെയ്യുന്ന എത്ര പേര് അത് വിശ്വസിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഉറക്കം വളരെ പ്രോപ്പറൊന്നായിരിക്കില്ല. യാത്രയിൽ ഉറക്കം എത്രമാത്രം ഇംപ്രോപ്പറാണ് നമ്മൾക്കറിയാം. ആ ട്രാവൽ കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് ചെയ്യുമെന്ന് വർക്കൗട്ട് ഫോളോ ചെയ്യുന്ന എത്ര പേര് വിശ്വസിക്കും? പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം 1 hour വർക്കൗട്ട് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് 1 hour എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 hours ഓഫ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ഡേ ചിലവാക്കേണ്ട ഒരു കലോറിയുടെ വലിയ ശതമാനം ചിലവാക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവും, ബോഡി റിയാക്ട് ചെയ്യും. ചിലവ് നമ്മുടെ ശരീരത്തിന് തന്നെ അതൊരു മോശമായിട്ട് വരും. ആൾ കൊളാപ്സ് ആകാം. നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള കന്നഡ ആക്ടർ പുനീത് രാജകുമാർ, അദ്ദേഹത്തിന്റെ മരണം ഓർമ്മയുണ്ട്. ജിംനേഷ്യത്തിൽ വെച്ച് അദ്ദേഹം കൊളാപ്സ് ആകുകയായിരുന്നു. പ്രോപ്പറായി ഉറക്കമില്ലാതെ ഒരു ഇംപ്രോപ്പർ സ്ലീപ്പിന് ശേഷം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോഡി റിയാക്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ആരും അത്തരത്തിൽ റിസ്ക് എടുക്കാറില്ല. ഈ 2 കാര്യങ്ങൾ കൂടി പ്രിയ പറഞ്ഞ സംഭവങ്ങളുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. PTI ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് 26-ാം തീയതി ആക്സിഡന്റ് നടന്ന് തൊട്ടടുത്ത ദിവസം ബാലുചേട്ടന് വളരെ എന്താ പറയുക ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു ഒബിച്വറി പോസ്റ്റ് വന്നിരുന്നു. ബാലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ബാലുചേട്ടൻ എന്ന കലാകാരനെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് ആ നഷ്ടത്തെ ഒക്കെ പറ്റി പറഞ്ഞുകൊണ്ട് 26-ാം തീയതി ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ആ പോസ്റ്റിൽ താഴെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ബാലുചേട്ടന്റെ സുഹൃത്തുക്കളും ഒക്കെ കമന്റ് ചെയ്തതായും അറിയാം. ആ പോസ്റ്റിന് ആധാരം എന്താണ് എന്ന് ആർക്കും അറിയില്ല. ഇത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പേജാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തോന്നറിയത്? ഇതൊരു അമേരിക്കൻ അസാസിനേഷൻ ലെജൻഡ് അല്ലെങ്കിൽ ന്യൂഡൽഹി സിനിമ
ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അമേരിക്കൻ അസാസിനേഷൻ ലെജൻഡ് എന്ന് പറയുന്നത് ഒരു ടാബ്ലോയിഡ് അതിൻ്റെ ഉടമയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. കൊലപാതകം പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം ഇയാളുടെ ഈ ടാബ്ലോയിഡിൽ തന്നെ ആ കൊലപാതകത്തിന്റെ വാർത്തയ്ക്കുള്ള സംഭവങ്ങൾ ഇദ്ദേഹം സെറ്റ് ചെയ്ത് വെക്കണം, ഇദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് അടുത്ത ദിവസം പത്രത്തിൽ വാർത്ത വന്നു. പക്ഷേ പ്ലാൻ ചെയ്തതുപോലെ മർഡർ നടന്നില്ല. അങ്ങനെ ഈ ടാബ്ലോയിഡിന്റെ ഓണർ പിടിയിലായി. ഇതൊരു അമേരിക്കൻ ലെജൻഡായിട്ടാണ് കേട്ടിട്ടുള്ളത്. ഈ ലെജൻഡിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ന്യൂഡൽഹി എന്ന സിനിമ ഉണ്ടായത് എന്ന് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള ഡെന്നിസ് ജോസഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു സംഭവം ഒരു ഓൺലൈൻ മാധ്യമം ഒബിറ്റോറി എഴുതുക, അതായത് ചരമക്കുറിപ്പ്, മരിച്ചയാളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് എഴുതുക, ആക്സിഡന്റ് നടന്നതിന്റെ അടുത്ത ദിവസം അത് പ്രത്യക്ഷപ്പെടുക. അതായത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഒബിറ്റോറി നോട്ട്. ഇത് ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ആരെങ്കിലുമൊക്കെ മരണാസന്നരായിട്ടുണ്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വിവിധ രീതിയിലുള്ള മരണത്തിന്റെ നോട്ട്സുകൾ എഴുതി വെക്കാറുണ്ട് പെട്ടെന്ന് പ്രസിദ്ധീകരിക്കുന്നതിന്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില പത്രപ്രവർത്തക സുഹൃത്തുക്കളിൽ നിന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന ചില അബദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു ഓൺലൈൻ മീഡിയ, മലയാളം ഓൺലൈൻ മീഡിയ, അന്ന് സിനിമാ നടൻ മുരളി മരിച്ച സമയത്ത്, ഞാൻ ആ സമയത്ത് എബ്രോഡാണ്. അപ്പോൾ ഓൺലൈൻ മീഡിയയിലാണ് നമ്മൾ കൂടുതൽ വാർത്തകൾ വായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അന്നൊരു ഓൺലൈൻ മീഡിയയിൽ ഈ മുരളിക്ക് പകരം മറ്റൊരു മുരളിയുടെ, അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പ്രസിദ്ധനായ മറ്റൊരു മുരളിയുടെ മരണവാർത്തയായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സമയത്ത് വിഷ്ണു എന്ന് പറയുന്നയാൾ ദുബായിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ദുരൂഹത. ഈ ഓൺലൈൻ മീഡിയ ദുബായിലുള്ളതാണ്, വിഷ്ണുവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചെറിയൊരു ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു അമേരിക്കൻ ലെജൻഡ് പോലെയാണെന്നുണ്ടെങ്കിൽ ചെറുതല്ല, വലിയൊരു ദുരൂഹത ഇതിൻ്റെ പിന്നിലുണ്ട്. ബാലഭാസ്കറിന് ഈ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസിനെ പറ്റി അറിയാമോ എന്നുള്ള ചോദ്യത്തിന് വിഷ്ണു പറഞ്ഞ ഉത്തരം പോളിഗ്രാഫ് ടെസ്റ്റ് പ്രകാരം തെറ്റെന്ന് കണ്ടെത്തിയിരുന്നു. സർപ്രൈസിംഗ്ലി, even during the polygraph test on Sri Prakash Thambi or on Sri Vishnu, they were not confronted with inconsistencies noticed during the investigation. സോബി ജോർജിന്റെ മേൽ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നത് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. ഇതിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, സോബി ജോർജിന്റെ പോളിഗ്രാഫ് ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ശാരീരികമായിട്ട് ഫിറ്റ് ആയിരുന്നില്ല എന്നതുകൊണ്ട് പോളിഗ്രാഫ് ടെസ്റ്റ് നടന്നില്ല. പക്ഷെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ ഒരാൾ, പുള്ളിക്കാരൻ, ഈ മാധ്യമങ്ങളിലെ വാർത്തയുടെ ലിങ്ക് കൊണ്ടുവന്നിരുന്നുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തോടും പറയാനുള്ള ഇതേ കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചു, സോബിയുടെ പോളിഗ്രാഫ് ടെസ്റ്റ് പരാജയമായിരുന്നു, അല്ലെങ്കിൽ സോബി കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞു. പരാജയപ്പെട്ടു എന്നത് ശരിയാണ്, പക്ഷെ അത് ഫിറ്റ്നസിന്റെ ഭാഗമായിട്ടാണ് പരാജയപ്പെട്ടത്. അത് വലിയ വാർത്തയായി, അല്ലെങ്കിൽ അതിന് വലിയൊരു റീച്ച് കിട്ടി. പക്ഷെ അതേസമയം തന്നെ പോളിഗ്രാഫ് ടെസ്റ്റിൽ ഫെയിലായ മറ്റു രണ്ടുപേരുടെ കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിഷ്ണു പറഞ്ഞ ഉത്തരം പോളിഗ്രാഫ് ടെസ്റ്റിൽ ഫെയിലായി എന്നതിനെ കുറിച്ച് ഒരു ട്രേസോ ഒരു വാർത്തയോ ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഈ ആക്സിഡന്റിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ സോബിയുടെ പോളിഗ്രാഫ് ടെസ്റ്റ് ഫെയിലായി എന്ന വാർത്ത വളരെയധികം പ്രചാരം നേടുകയും ചെയ്തു. തീർച്ചയായും എന്തൊക്കെയോ കളി നടന്നിട്ടുണ്ട്. ഇനി ഏത് ചോദ്യമാണ് ഫെയിലായതെന്ന് നോക്കാം. ഞാൻ ചോദ്യത്തിന്റെ കാര്യത്തിലേക്ക് വരാം. വിഷ്ണുവിനോട് ചോദിച്ചത് 4 ചോദ്യങ്ങളാണ്. യെസ് ഓർ നോ ആൻസർ ആണ് കേട്ടോ കൊടുക്കേണ്ടത്. ആർ യു ഇൻവോൾവ് ഇൻ ബാലഭാസ്കർ ഇൻ എനി വേ? ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ബാലഭാസ്കറിന്റെ കേസ് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട് എന്നുള്ളതായിരിക്കാം. നോ എന്ന ആൻസർ. ഡിഡ് യു പ്ലാൻ ദിസ് ആക്സിഡന്റ്? നോ എന്ന ഉത്തരം. ഡിഡ് ബാലഭാസ്കർ നോ യു പീപ്പിൾ വെയർ ഡൂയിങ് ഗോൾഡ് സ്മഗ്ലിംഗ്? 3ാമത്തെ ചോദ്യമാണ്. നോ എന്ന ഉത്തരം. ഡിഡ് ബാലഭാസ്കർ ഗിവ് യു 50 lakh rupees ഫോർ ഗോൾഡ് സ്മഗ്ലിംഗ്? നോ എന്ന ഉത്തരം. ഈ 4 ചോദ്യങ്ങളിലെ 3ാമത്തെ ചോദ്യമാണ് ഫെയിലായത്. അതായത് നിങ്ങൾക്ക് ഗോൾഡ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ബാലഭാസ്കറിന് അറിയാമായിരുന്നോ? അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. പക്ഷേ പോളിഗ്രാഫ് ടെസ്റ്റിൽ ആ ഉത്തരം കളവാണെന്നാണ് കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കറിന് അറിയാമായിരുന്നു ഇവര് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിന്റെ ഭാഗമായിരുന്നു എന്ന്. ഈ ഫെയിലായ കാര്യമാണ് പുറത്തു വരാതിരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കി. ഗോൾഡ് സ്മഗ്ലേഴ്സിന് നേരെ വിരൽ ചൂണ്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ വഴിക്ക് അന്വേഷണം പോകേണ്ടിയിരുന്ന ഒരു ചോദ്യം, അത് പോളിഗ്രാഫ് ടെസ്റ്റിൽ ഫെയിലായിരിക്കുന്നു, നെഗറ്റീവ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ ബാലഭാസ്കറിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പോളിഗ്രാഫ് ടെസ്റ്റൊക്കെ എത്ര മാത്രം വിശ്വസനീയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കോടതിയിൽ തെളിവല്ല, അന്വേഷണ സഹായം മാത്രമാണ് പോളിഗ്രാഫ് ടെസ്റ്റ്. ആ അർത്ഥത്തിൽ ആ രീതിയിൽ അന്വേഷണം പോകേണ്ടതായിരുന്നു. അതിനു പകരം
സോബിയുടെ ടെസ്റ്റ് ഫെയിലായി എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും സ്മഗ്ലേഴ്സിന് നേരെ തിരിയേണ്ടിരുന്ന അന്വേഷണത്തെ അല്ലെങ്കിൽ ആ ചോദ്യത്തെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നതിന് പിന്നിൽ വലിയൊരു ദുരൂഹതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് വളരെ ലൈറ്റായി ചർച്ച ചെയ്തു പോയൊരു വിഷയമാണ്. അത് ബാലുവിൻ്റെ അച്ഛൻ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിയില്ല. കാരണം ആ ക്ലെയിം അവരുടെ വീട്ടുകാർ കിട്ടുന്നത് നല്ല കാര്യമാണല്ലോ, അതിലെന്താ നമുക്ക് വിമർശിക്കാനുള്ളത്. പക്ഷെ ഒരു പോളിസിയുടെ കാര്യത്തിൽ ചില ദുരൂഹതകളെക്കുറിച്ച് പ്രിയ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. പുറത്തു വരുന്നത് ആ പ്രപ്പോസൽ ഫോമിൽ ബാലുചേട്ടൻ 7 ഒപ്പിട്ടിട്ടുണ്ട്. ആ 7 ഒപ്പും 7 വിധമാണ്. അതിന് ബാലുചേട്ടന്റെ യഥാർത്ഥ ഒപ്പുമായി യാതൊരു ബന്ധവുമില്ല. അതിലെ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിൻ്റെതാണ്, ബാലുചേട്ടൻ്റെതല്ല. നോമിനി ലക്ഷ്മി തന്നെയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടന്നപ്പോൾ ഒരു പുനലൂര് പോയി ബാലുചേട്ടൻ അങ്ങനെ ഒരു പോളിസി എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തിരുവനന്തപുരത്താണ് ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റും അതിന്റെ ബേസിസും എല്ലാം തിരുവനന്തപുരത്ത് തന്നെ നടക്കുമ്പോൾ വിഷ്ണുവിന്റെ സ്ഥലമാണ് കൊല്ലം. വിഷ്ണുവിന്റെ ഒരു ചിറ്റപ്പനാണ് ഇത് അറേഞ്ച് ചെയ്ത് അവിടുത്തെ ഒരു ഓഫീസർ സുദേശൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ കീഴിലുള്ള മനോരഞ്ജൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഡെവലപ്മെന്റ് ഓഫീസർ. LICയുടെ പോളിസികൾക്ക് തന്നെ എതിരായിട്ട് ഈ പോളിസി എടുത്തിരിക്കുന്നതിന്റെ ഫസ്റ്റ് പ്രീമിയം തുക അടച്ചിരിക്കുന്നത് മനോരഞ്ജൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നൊരു ചെക്ക് വഴിയാണ്. ഈ 3,28,000 രൂപ സംതിങ്. അത് ഈ തേർഡ് പാർട്ടി ചെക്ക് കൊടുക്കുക എന്ന് പറയുന്നത് LIC പോളിസിക്ക് വിരുദ്ധമാണ് ഒരു പോളിസി എടുക്കുന്ന സമയത്ത്. 3 കാര്യങ്ങൾ. 1, ബാലഭാസ്കറിന്റെ സിഗ്നേച്ചർ. 2, വിഷ്ണുവിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. 3, ഒരു തേർഡ് പാർട്ടി ചെക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം ഒരുപക്ഷെ ഞാനും ഡിസ്റിഗാർഡ് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിലൊക്കെ ലോൺ എടുക്കാൻ പോയിട്ടുള്ളവർക്ക് അറിയാം, ഒരു പേജിൽ നിന്ന് ഒപ്പിട്ട് തുടങ്ങി അവസാനത്തെ പേജ് ആകുമ്പോഴേക്കും നമ്മുടെ ഒപ്പിന്റെ ഷേപ്പൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. കാരണം തുടർച്ചയായിട്ട് ഒപ്പിട്ട് വരുമ്പോൾ കുറച്ചെത്തുമ്പോൾ നമ്മൾക്ക് മടുക്കും. പിന്നെ അങ്ങോട്ട് ഒപ്പിടലല്ല ഒപ്പിക്കലായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞാനത് ഡിസ്റിഗാർഡ് ചെയ്യുകയാണ്. ഇനി കോൺടാക്ട് ഇൻഫർമേഷൻ വിഷ്ണുവിൻ്റെ ഇമെയിലും ഫോൺ നമ്പറും കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ അതും ബാലു വളരെ തിരക്കുള്ള ആളാണ്, അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ കൊടുത്തതായിരിക്കാം ഫോൺ നമ്പറും ഇമെയിലും. പക്ഷേ ഒരു തേർഡ് പാർട്ടി ചെക്ക് LIC എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു? ആരാണോ പേയ്മെന്റ് നടത്തുന്നത് അയാളുടെ പേരിലുള്ള ചെക്ക് മാത്രമേ LIC വാങ്ങിക്കാൻ പാടുള്ളൂ. കാരണം എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി മറ്റൊരു പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്തായിരുന്നു. എൻ്റെ ചെക്ക് തന്നെ വേണം, ഞാൻ നാട്ടിലുള്ള ആരുടെങ്കിലും ചെക്ക് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, എൻ്റെ കയ്യിലുള്ള ചെക്ക് തന്നെ വേണം, ഞാൻ സൈൻ ചെയ്ത ചെക്ക് തന്നെ വേണം എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അതൊരു മാൻഡേറ്ററി കാര്യമാണെന്നിരിക്കും. എങ്ങനെയാണ് തേർഡ് പാർട്ടി ചെക്ക് LIC ആക്സെപ്റ്റ് ചെയ്യുന്നതും എൻക്യാഷ് ചെയ്യുന്നതും? കാരണം ഈ പൈസ വരുന്നത് വേറെ ആളുടെ അക്കൗണ്ടിൽ നിന്നാണ്, എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല. നമ്മൾ ഓവർ ദ കൗണ്ടർ പേയ്മെന്റ് നടത്തുന്ന പോലെയല്ല ചെക്ക് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓവർ ദ കൗണ്ടർ ചിലപ്പോൾ നമ്മൾ ക്യാഷ് നേരിട്ട് കൊടുക്കുന്നതാണ്, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്താലും പ്രശ്നമില്ല. റെസിപ്റ്റ് എഴുതുന്നത് എൻ്റെ പേരിൽ തന്നെയാണ്, പേയ്മെന്റ് അടച്ചത് ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷേ മറ്റൊരാളുടെ ചെക്കിൽ നിന്നും പൈസ LICയുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ആ പൈസ വന്നിരിക്കുന്നത് വേറെ ആളുടെ പേരിൽ നിന്നുള്ള അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ്. എങ്ങനെ LIC ആ ചെക്ക് ആക്സെപ്റ്റ് ചെയ്തു? അപ്പം ഇതിൽ കാര്യമായ ദുരൂഹതയുണ്ട്. അവിടെ നിന്നും ബാക്കിലൂടെ ചിന്തിക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ കൊടുത്തതും സിഗ്നേച്ചറിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളും നമ്മൾക്ക് കൂടുതൽ ദുരൂഹമായിട്ട് തോന്നുന്നത്. അതുമാത്രമല്ല, ഈ സ്വന്തം കോൺടാക്ട് ഇൻഫർമേഷനൊക്കെ കൊടുത്ത് ബാലഭാസ്കറിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് പിന്നീട് ക്ലെയിം വഴി കിട്ടിയ തുക ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ആ ഇടയ്ക്ക് തന്നെ LIC ഓഫീസേഴ്സ് അവരുടെ സെയിൽസ് ഡിവിഷനുമായി ചേർന്ന് തന്നെ ലക്ഷ്മിയെ കണ്ട് വിസിറ്റ് ചെയ്തിരുന്നു. എല്ലാ LIC പോളിസികളുമായി, അതിനും ഇതല്ലാതെ തന്നെയുള്ള LIC പോളിസികളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് റീഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞ മറുപടിയായി അവർ പറഞ്ഞത്, ഇത് റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ താല്പര്യമില്ല, പക്ഷേ വിഷ്ണുവാണ് തീരുമാനിക്കുന്നത്. വിഷ്ണുവാണ് തീരുമാനിക്കുന്നത്. അതായത് ക്ലെയിം വഴി കിട്ടിയ തുകകൾ, വലിയ തുകകൾ കിട്ടിയെന്ന് പറയുന്നു, 1 കോടി രൂപ എന്തോ കിട്ടിയെന്ന് പറയുന്നു. ആക്സിഡന്റ് ആയതുകൊണ്ട് ഡബിൾ ബെനിഫിറ്റ് ആണ്. 40 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. ആക്സിഡന്റ് ആണെങ്കിൽ പലപ്പോഴും ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ 40 എന്നുള്ളത് 80 ആയിരിക്കാം. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വാല്യുവേഷനും ഒക്കെ വരുമ്പോഴേക്കും 1 കോടി രൂപയുടെ അടുത്ത് ലഭിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പൈസ ഹാൻഡിൽ ചെയ്യുന്ന ആൾ വിഷ്ണു. ആ പോളിസി എടുപ്പിക്കുന്ന ഏജന്റ് വിഷ്ണുവായിട്ട് ബന്ധമുള്ള വ്യക്തി. തിരുവനന്തപുരത്ത് നിന്ന് പോളിസി എടുക്കാതെ പുനലൂർ പോയി പോളിസി എടുക്കുന്നു. വിഷ്ണുവിൻ്റെ നാട് കൊല്ലം. അതിലെ കോൺടാക്ട് ഇൻഫർമേഷൻ വിഷ്ണുവിൻ്റെ ഫോൺ നമ്പർ, വിഷ്ണുവിൻ്റെ ഇമെയിൽ. ഇതിലെല്ലാം തന്നെ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു പ്രയോഗമുണ്ടല്ലോ, പാഴൂർ പടിപ്പുര വരെ പോയി നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.